പറയും മുജാഹിദുകൾക്ക് ഫാത്തിഹ അറിയോ, അതിന്റെ അർത്ഥം എന്ന് പറയാം, അതിനുശേഷം ഖുൽഹു അല്ലാഹ് അറിയോ, അതിന്റെ അർത്ഥം എന്ന് പറയാന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ സമയം കളയാണ് എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഹദീസ് സംബന്ധമായി അറിയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് സംശയം? എന്താണ് ഇതൊരു സംശയമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഈ ഹദീസിന്റെ അർത്ഥം പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ ആ ഹദീസിന്റെ അറബി നിങ്ങൾ എടുത്തുണ്ടോ? നിങ്ങൾ വായിച്ചോളൂ, അവിടെ പറഞ്ഞോളൂ, നിങ്ങൾ വായിച്ചോളൂ. അവിടെ ഞാൻ വായിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അല്ല, അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ പറയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഹദീസ് ഉണ്ട്, അതിന്റെ അർത്ഥം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഹദീസിന്റെ അർത്ഥം അറിയാനല്ലേ ചോദിക്കണത്. പിന്നെന്തിനാ വേസ്റ്റ് ആക്കാനാ, സമയം വേസ്റ്റ് ആക്കാനാണോ? അതുകൊണ്ട് എന്റെ ചോദ്യകർത്താവിനോട് പറയാനുള്ളത്, ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും നിങ്ങൾ പറയുന്നതിൽ വിഡ്ഢിത്തം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിഡ്ഢിയാകാൻ ഈ അവസരം ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത്. അതാണ് ഞങ്ങൾക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്. ഒരിക്കലും ഈ അവസരം വെച്ച് നിങ്ങൾ അതിന് മുതിരരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യം ചോദിച്ചോളൂ. ഇനി അതല്ല, നിങ്ങൾക്കത് പറ്റൂല, ഞങ്ങൾ തന്നെ പറയണം എന്ന വാശിയിൽ ഈ സമയം വേസ്റ്റ് ആക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ ചോദ്യത്തിലേക്ക് വരും, വേഗം ചോദിക്കും. അതായത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ഹദീസിനെ കുറിച്ച് അതിന്റെ അർത്ഥം അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അവിടെ ഇരിക്കും. ഇനിയിപ്പോ നാളെ പരലോകത്ത് വന്നിട്ട് അള്ളാന്റെ മുന്നിൽ നിങ്ങൾ പറയരുത്, പടച്ചോനെ മുജാഹിദുകളോട് ഞങ്ങൾ ഹദീസിനെ പറ്റി ചോദിച്ചു, പക്ഷെ ആ ഹദീസ് ഞങ്ങൾക്ക് വായിച്ചു തന്നില്ല, ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയെന്ന് പടച്ചവന്റെ മുന്നിൽ നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് ആ ഹദീസ് ഇവിടെ വായിച്ചു തരാം, വ്യക്തമായി തന്നെ കേട്ടോളൂ, അതിനർത്ഥവും പറഞ്ഞു തരാം. حدثنا أحمد بن عيسى حدثنا ابن وهب عن أبي سهر أن سعيد المقبري أخبره أنه سمع أبا هريرة يقول سمعت رسول الله صلى الله عليه وسلم يقول والذي نفس أبي القاسم بيده لينزلن عيسى بن مريم إماما مقسطا وحكما وعدلا فليكسرن الصليب وليقتلن الخنزير وليصلحن ذات البين وليذهبن الشحناء وليعرضن عليه المال فلا يقبله ثم لئن قام على قبري فقال يا محمد لأجيبنه. എന്താ പറയുന്നത് കേട്ടോളൂ. അതെ, അഹ്മദ് ബിൻ ഈസയെ തൊട്ട്, ഇബ്നു വഹബിനെ തൊട്ട്, അബൂ സഹറിനെ തൊട്ട്, അബൂ സഅദ് അൽ മഖ്ബരിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം കേട്ടത് പറയുകയാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലദീ നഫ്സു അബുൽ ഖാസിം ബിയദിഹി, ഈ അബുൽ ഖാസിം അഥവാ ഈ പ്രവാചകനായ ഞാൻ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇമാമൻ മുഖ്സിതൻ വഹകമൻ വഅദില, അതേ നീതിമാനായ ഭരണാധികാരിയായി, ഇമാമായി, വിധികർത്താവായി ഇറങ്ങി വരും. എന്നിട്ട് അദ്ദേഹം ഫലയക്സിറന്ന സ്വലീബ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കുരിശുകൾ അദ്ദേഹം തകർത്തെറിയും. വലയഖ്തുലന്നൽ ഖിൻസീറ, അദ്ദേഹം പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, അത് വലയുദ്ഹിബന്ന ശഹന, പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു പരിഹരിക്കും. എന്ന് മാത്രമല്ല പകകൾ അദ്ദേഹം നീക്കിക്കളയും. അതുപോലെ വലയുറദന്ന അലൈഹിൽ മാൽ, അദ്ദേഹത്തിന്റെ മുന്നിൽ പണം പ്രദർശിപ്പിക്കും. പക്ഷേ ഫലാ യഖ്ബലുഹു, അദ്ദേഹം ആ പണം സ്വീകരിക്കുകയില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ പണക്കിഴി കൊണ്ടുവച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല. തുമ്മ ലഇൻ ഖാമ അലാ ഖബരി, തുമ്മ ലഇൻ ഖാമ അലാ ഖബരി, പിന്നെ അദ്ദേഹം എന്റെ ഖബറിന്റെ അടുക്കൽ വന്നു നിന്ന് ഫഖാല, അദ്ദേഹം പറയുകയാണ് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ലഉജീബന്നഹു, അദ്ദേഹത്തിന് ഞാൻ ഉത്തരം കൊടുക്കും എന്നാണ് ഈ ഹദീസിൽ ഉള്ളത്. അപ്പോൾ എന്റെ സുഹൃത്ത് ആ ഹദീസിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു, അത് വിശദീകരിച്ചു, അതിന്റെ അർത്ഥം പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം അദ്ദേഹം ചോദിക്കാൻ നിൽക്കണ്ട, വിശദമായി തന്നെ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു തരാം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം സിൽസിലത്തു അഹാദീസി സഹീഹ എന്ന് പറയുന്ന ഇമാം അൽബാനിയുടെ കിതാബ്, ഷെയ്ഖ് അൽബാനിയുടെ കിതാബ്, ആ കിതാബിൽ എടുത്തു കൊടുത്ത ഹദീസാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് രണ്ട് വീക്ഷണം ഇസ്ലാമിക ലോകത്ത് കാണാം. ഒന്ന്, ഈ ഹദീസ് അത് ദുർബലമാണ് എന്ന് പറഞ്ഞവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഹ്മദ് ബിൻ ഈസ എന്ന ഒരു ഇല്ലത്ത് ഇതിലുണ്ട്, അബൂ സഹർ എന്ന് പറയുന്ന ഒരു ഇല്ലത്ത് ഇതിലുണ്ട്. അങ്ങനെ രണ്ട് ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഇവിടെയുള്ളത്. ആ പണ്ഡിതന്മാരുടെ വീക്ഷണം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പരിഗണനീയമല്ല, പരിഗണിക്കേണ്ടതില്ല. വേറെ ചില
ചില പണ്ഡിതന്മാര് ഈ ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുമ്പോൾ ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഇതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. നമുക്കറിയാം, ലോകാവസാനത്തിലാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരിക. അതിനെ സംബന്ധിച്ച സുദീർഘമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോഴുള്ള ആ രംഗം അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം അന്ന് ഇവിടെ വരുമ്പോഴാകട്ടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു നിൽക്കുന്ന ദജ്ജാലുണ്ട്. ആ ദജ്ജാലിനെ അത്ഭുതകരമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കുകയാണ്, കൊല്ലുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കറിയാം യഅ്ജൂജ് മഅ്ജൂജുകൾ, ആ യഅ്ജൂജ് മഅ്ജൂജുകളെ നശിപ്പിക്കാൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്ത് വരികയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ യഅ്ജൂജ് മഅ്ജൂജുകൾ ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ സുദീർഘമായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം. അങ്ങനെ അത്ഭുതങ്ങൾക്ക് പുറമെ അത്ഭുതങ്ങൾ കാണിക്കുന്നതിന്റെ ഭാഗമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഈസാ നബിക്ക് അദ്ദേഹത്തിന് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞ ഈ ഹദീസിനെ ആ നിലക്ക് അഥവാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രമുള്ള പ്രത്യേകതയായി പറഞ്ഞ ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ എന്തുകൊണ്ട് ഈ ഹദീസ് ചർച്ചക്കായി എന്ന് ചോദിച്ചാൽ, ഇവിടെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന ഒരു വ്യാജവാദം ഈ ഹദീസിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കള്ളപ്രചരണം നടത്തുകയാണ്. എന്നാൽ അത് ഈ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ഹദീസിനെ സംബന്ധിച്ച് നേരത്തെ പറയപ്പെട്ട ഇല്ലത്തുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്ഥാപിക്കാവുന്ന രൂപത്തിൽ തന്നെ, പറയാവുന്ന രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് അഹ്മദ് ബിൻ ഈസയാകുന്ന ഇല്ലത്തുണ്ട്, മറ്റൊന്ന് അബൂ സഹറാകുന്ന ഇല്ലത്തുണ്ട്. ആ ഇല്ലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇനി മറുഭാഗം പണ്ഡിതന്മാർ സ്വീകരിച്ച് പറഞ്ഞതുപോലെ ആ ഭാഗം എടുത്ത് പറഞ്ഞാൽ തന്നെയും അത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായി നിലനിൽക്കുകയല്ലാതെ ഇത് മറ്റൊരാൾക്ക് ബാധകമാണ്, മറ്റൊരാളിലേക്ക് വരുന്നതാണ് എന്ന് ലോകത്തിന്ന് വരെ ഒരു മുസ്ലിമും മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാമിക ലോകം ഇജ്മാഇയായി ഉൾക്കൊണ്ട ഒരു സത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിനു ശേഷം ഏതെങ്കിലും ഒരാൾ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് സംശയ നിവാരണം വരുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നബിയോട് സംശയങ്ങൾ ചോദിക്കാമെന്നത് ചോദിക്കൽ അനുവദനീയമാണെന്നോ, അത് പുണ്യകരമാണെന്നോ, അത് ഈ ഹദീസ് കൊണ്ട് തെളിയുന്നതാണെന്നോ ലോകത്തൊരൊറ്റ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരാണ് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ്, ലോകത്ത് കഴിഞ്ഞുപോയ സഹാബത്തിന്റെ ഇജ്മാഅ്, അതുപോലെ താബിഈങ്ങളുടെ ഇജ്മാഅ്, തബഉ താബിഈങ്ങളുടെ ഇജ്മാഅ്. ലോകത്ത് ഇന്ന് വരെ ഒരാളും കുന്നത്തേരി സംവാദം, ആ സംവാദം നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകവ്യാപകമായി ശിയാക്കൾ പ്രചരിപ്പിച്ചതല്ലാതെ, അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരിപ്പോ കണ്ടുപിടിച്ചൊരു കിതാബ് നോക്കിക്കൊണ്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയി അത് ഈ ഹദീസിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ശിയാക്കളുടെ സൈറ്റിൽ ഒരുപാട് നിങ്ങൾക്ക് വിശദീകരണം കിട്ടും. ആ ശിയാക്കളുടെ സൈറ്റിൽ പോയി വാരിക്കോരിക്കൊണ്ടുവന്നത് ഇവിടെ ഉദ്ധരിച്ച് അങ്ങനെ പറഞ്ഞ് ഈ രൂപത്തിൽ അതിനെ കൈക്രിയ നടത്തിയെന്നതല്ലാതെ ലോകത്ത് കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവർ മുഴുവൻ ഈ ഹദീസിനെ മനസ്സിലാക്കിയത് എങ്ങനെ? ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി